നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ഇപ്പോൾ വാർത്തകളിലെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും ചർച്ചാ വിഷയം. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്നും എന്തായാലും സംഭവം കേരളത്തിന് വെളിയിൽ പോകാതിരിക്കുന്നതാണ് നാടിന് നല്ലത് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെയാണ് ഉയരുന്നത്. പത്തനംതിട്ട ഇലന്തൂർ നരബലി സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ വിവാദമാകുന്ന മറ്റൊരു വലിയ സംഭവമാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദം. നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപൻ സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിച്ചതിന് പിന്നാലെയാണ് സംഭവം വിവാദമായത്. ഗോപൻ സ്വാമിയെ സമാധിയിൽ ഇരുത്തിയെന്ന് കുടുംബം പറയുന്ന കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. കല്ലറ എന്ന് പൊളിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ സമാധിയുടെ പേരിൽ വിവാദമുണ്ടാകുന്നത് ഇതാദ്യമായല്ല. നമ്മുടെ രാജ്യത്ത് തന്നെ 11 വർഷമായി സംസ്കരിക്കാതെ സൂക്ഷിക്കുന്ന മറ്റൊരു സന്യാസിയുടെ മൃതദേഹവും ഇപ്പോൾ ചർച്ചകളിൽ നിറയുകയാണ്. പഞ്ചാബ് സ്വദേശിയും ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ സ്ഥാപകനുമായ അശുതോഷ് മഹാരാജ് എന്ന ആത്മീയ നേതാവിന്റെ മൃതദേഹമാണ് അനുയായികൾ 11 വർഷമായി സംരക്ഷിക്കുന്നത്. തങ്ങളുടെ ഗുരു ധ്യാനത്തിലെന്നാണ് ഇവർ പറയുന്നത്. ധ്യാനത്തിൽ നിന്ന് എന്നെങ്കിലും അശുതോഷ് മഹാരാജ് ഉണരുമെന്നും ഇവർ വിശ്വസിക്കുന്നു. അതുവരെ ശരീരം കേടുകൂടാതിരിക്കാൻ മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2014 ജനുവരിയിലാണ് ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ സ്ഥാപകൻ അശുതോഷ് മഹാരാജ് മരിച്ചത്. ഹൃദയാഘാതമാണ് കാരണമെന്നാണ് സംശയം. പക്ഷെ അദ്ദേഹം ഗാഠധ്യാനത്തിലാണെന്നും ഒരു ദിവസം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും അനുയായികൾ ഉറപ്പിച്ചു പറയുന്നു. ജലന്ധറിലെ വിശാലമായ ആശ്രമത്തിലെ ഫ്രീസറിൽ അവർ അശുതോഷിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് എന്ന് അവകാശപ്പെടുന്ന ദിലീപ് കുമാർ ഝായും അശുതോഷിന്റെ ശിഷ്യനും തമ്മിൽ ഇതിന്റെ പേരിൽ കടുത്ത നിയമ പോരാട്ടവും നടന്നു. ഹിന്ദു ആചാരമനുസരിച്ച് അശുതോഷിന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഝാ കോടതിയെ സമീപിച്ചത്. എന്നാൽ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും സമാധിയിലാണെന്നും ഒരു ദിവസം ധ്യാനത്തിൽ നിന്ന് ഉണരുമെന്നും അതിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നുമായിരുന്നു അനുയായികളുടെ വാദം. അതുകൊണ്ട് ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അവർ കോടതിയോട് അപേക്ഷിച്ചു. 3 വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 2017 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഝായുടെ ഹർജി തള്ളി അനുയായികളുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. 1946 ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ നഖ്ലോർ ഗ്രാമത്തിലാണ് മഹേഷ് ഝാ എന്ന അശുതോഷ് മഹാരാജ് ജനിച്ചത്. വിവാഹശേഷം ഏതാണ്ട് 18 മാസം കഴിഞ്ഞ് ഭാര്യയും മകനെയും ഉപേക്ഷിച്ച അശുതോഷ് മാനവുത്ഥാൻ സേവാ സമിതിയുടെ സ്ഥാപകനായ സത്പാൽ രാജാവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 1983 സ്വന്തം സന്യാസി സംഘമായ ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ സ്ഥാപിച്ചു. ആദ്യകാലത്ത് ഗ്രാമങ്ങളിൽ സത്സംഗങ്ങളും മറ്റും സംഘടിപ്പിച്ച അശുതോഷ് 1991 ഡൽഹി കേന്ദ്രമായി പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇന്ന് രാജ്യത്ത് പലയിടത്തുമായി അതിന് 100-ലേറെ ശാഖകളും ലോകമെമ്പാടുമായി കോടിക്കണക്കിന് അനുയായികളുമുണ്ട്. ഇന്ത്യ, US, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ അനുയായികൾ. 100 ഏക്കറിലേറെ വലിപ്പമുള്ള ആശ്രമ സമുച്ചയത്തിൽ കനത്ത സുരക്ഷയിലാണ് അശുതോഷ് കഴിഞ്ഞിരുന്നത്. അശുതോഷിന്റെ ഭൗതിക ശരീരം ഫ്രീസറിൽ വെക്കാനുള്ള തീരുമാനത്തെ അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവർ എന്ന് അവകാശപ്പെടുന്ന ഒരാളും കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഗുരുവിന്റെ സ്വത്തുക്കളുടെ പങ്ക് ലഭിക്കാനാണ് ചിലർ ശരീരം പുറത്തെടുക്കാത്തതെന്നും ആരോപിച്ചു. വൈദ്യശാസ്ത്രപരമായി അശുതോഷ് മരിച്ചെന്നും ശരീരം എന്തു ചെയ്യണമെന്ന് അനുയായികൾക്ക് തീരുമാനിക്കാമെന്നും പഞ്ചാബ് സർക്കാർ പറഞ്ഞതിനാലാണ് കോടതി ഹർജി തള്ളിയതെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന റീത കോഹ്ലി പറഞ്ഞു. കോടതി ഉത്തരവിട്ടതിനാൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ഇനി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിലേക്ക് വരാം. 2025 ജനുവരി 9 വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ഗോപൻ സ്വാമി നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുൻപിലുള്ളത്. ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാവാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്. എന്നാൽ അച്ഛന് സമാധിയാവുമ്പോൾ ഇരിക്കാനുള്ള പത്മപീഠക്കല്ല്, ദളക്കല്ല് എന്നിവ 5 വർഷം മുൻപ് തന്നെ അച്ഛൻ മൈലാടിയിൽ നിന്നും പ്രത്യേകമായി വരുത്തിയിരുന്നു. സംഭവ ദിവസം സമാധിയാവാൻ സമയമായി എന്ന് അദ്ദേഹം പറയുകയും ശേഷം സമാധിയാവാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്ന ഇടത്തേക്ക് പോയെന്നും പറഞ്ഞു. അവിടെ പീഠത്തിൽ പത്മാസനത്തിലിരുന്നു. ശേഷം തന്നെ അനുഗ്രഹിച്ചു. പിന്നാലെ പ്രാർത്ഥിച്ച് യോഗകലകളിലൂടെ പ്രാണശക്തികളെല്ലാം ഉണർത്തി. ഓരോ അനാഗത ചക്രത്തിലും ഓരോ കലകളെ ഉണർത്തി. പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് അച്ഛൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തതെന്നും
മകൻ പറഞ്ഞു. ആ സമയം ആ പ്രവൃത്തി ആരും കാണാൻ പാടില്ല. താൻ ചെയ്തത് തെറ്റല്ല. തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നാട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. വ്യാഴാഴ്ച രാവിലെ 11:30 അദ്ദേഹം സമാധിയായി. തന്റെ സഹോദരൻ ആ സമയത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. വിളിച്ചറിയിച്ചതിനു പിന്നാലെ പൂജയ്ക്കായുള്ള സാധനങ്ങളുമായാണ് അദ്ദേഹം എത്തിയത്. പകൽ വെളിച്ചത്തിലാണ് ഈ പൂജകളൊക്കെയും നടന്നത്. ഭസ്മം, ചന്ദനം, കർപ്പൂരം തുടങ്ങി മറ്റെല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് ഹൃദയത്തിനു മുകളിലേക്ക് മണ്ണിൽ മൂടാത്ത തരത്തിലാണ് അച്ഛനെ നിമഞ്ജനം ചെയ്തിരിക്കുന്നത്. ഊർജ്ജസ്വലനായിരുന്നാണ് അച്ഛൻ സമാധിയായത്. ആ സമയം അദ്ദേഹത്തിന്റെ ശരീരത്തിന് അത്ഭുതാവഹമായ തേജസ്സായിരുന്നുവെന്നും മകൻ പറഞ്ഞു. സമാധിയിൽ ലയിച്ചിരുന്ന സമയത്ത് അച്ഛൻ ഇവിടെയുള്ള ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്, മന്ത്രമൂർത്തിയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ്. അച്ഛൻ ഈശ്വരനിൽ ലയിക്കുന്ന സമയമാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച വെളുപ്പിന് 3 മണിയോടെയാണ് അച്ഛന്റെ സമാധി വിവരം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇവിടെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഒട്ടിച്ചത്. അതിനു പിന്നാലെയാണ് ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലുള്ള ഭാരവാഹികൾ രാവിലെ തന്നെ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്. മരിച്ച ഗോപൻ കിടപ്പ് രോഗിയായിരുന്നുവെന്നും കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിന് മകൻ രാജസേനൻ ഗോപനെ വഴക്കു പറയുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇവരുടെ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ അർദ്ധരാത്രി ആഭിചാര കർമ്മങ്ങൾ ചെയ്യുമായിരുന്നുവെന്നും ആരോപണമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ രാത്രിയാണ് വിളക്ക് കത്തിക്കാറുള്ളത്. എന്നാൽ ഇവരുടെ വീടിന് തൊട്ടടുത്തായിട്ട് പോലും ആ ക്ഷേത്രത്തിൽ പാതിരാത്രിയാണ് വിളക്ക് കത്തിക്കുന്നതെന്നും നാട്ടുകാർക്ക് അവിടേക്ക് പ്രവേശനമില്ലെന്നും ഇവിടെ ജീവിക്കാൻ ഭയമാണെന്നുമാണ് നാട്ടുകാരുടെ പ്രതികരണം. ഗോപന്റെ മകൻ രാജസേനനെ മുൻപ് മോഷണക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. നിലവിൽ നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിലാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്. എന്നാൽ അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും എത്തിയതിന് പിന്നാലെ സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവിടെ നിന്ന് നീക്കിയത്. പിന്നാലെ ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തി. ഹിന്ദു ഐക്യവേദി, VSDP സംഘടനകളുടെ നേതാക്കളെത്തി സമാധി പൊളിക്കേണ്ട കാര്യമില്ലെന്നും അത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും നിലപാടെടുത്തു. എന്നാൽ നേതാക്കൾ പ്രദേശവാസികളല്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കല്ലറ പൊളിക്കണമെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇരു വിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടു. ഇതിനു പിന്നാലെയാണ് തൽക്കാലം കല്ലറ പൊളിക്കേണ്ടതില്ലെന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇനിയും ഇത്തരത്തിലൊരു സമാധി നമ്മുടെ നാട്ടിൽ ഉയരാതിരിക്കാൻ കർശനമായ നിയമ നടപടികൾ ആവശ്യമാണ്. ആരെയെങ്കിലും കൊന്നിട്ട് അയാൾ സമാധിയായതാണെന്ന് പറഞ്ഞ് ഇനിയും ഇതേപോലെ ആവർത്തനങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. സത്യം മറനീക്കി പുറത്തു വരേണ്ടത് അനിവാര്യമാണ്.